അത് കഴിഞ്ഞിട്ടാണ് വളം കണ്ടെത്തുക എന്ന് പറയുന്നത്. ആ വളം എന്ന് പറയുന്ന സാധനം ഇതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് പശുക്കൾ ഉള്ളവരുടെ നിന്ന് ഈ ഇങ്ങനത്തെ ഒരു പ്രവൃത്തിക്കാണെന്ന് പറയുമ്പോൾ അവർ വളരെ പകുതി വിലയ്ക്കൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തരികയൊക്കെ ചെയ്ത് ആ പണം, അപ്പോൾ ഈ മരം സ്പോൺസർ ചെയ്ത് കിട്ടുന്ന ഒരു പണം നമ്മുടെ കയ്യിലോട്ട് വന്നപ്പോൾ ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരാളെ എംപ്ലോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ച് അയാളിത് സ്ഥിരം ഈ സ്ഥലം മറ്റു തരത്തിൽ ആളുകൾ കയ്യേറിയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ ഓൾറെഡി ഉള്ള കുറച്ച് മരങ്ങളുണ്ട്, വലിയ മരങ്ങളുണ്ട്, അതുണ്ട്. പക്ഷെ അല്ലാതെ ബാരനായിട്ട് കിടക്കുന്ന സ്ഥലത്താണ് നമ്മളിതെല്ലാം ചെയ്തത്. അപ്പോൾ അങ്ങനെ മരങ്ങൾ നടുന്ന ദിവസം ഇതുപോലൊരു സെലിബ്രേഷൻ നമ്മൾ വെച്ചു. ഇതൊരുക്കി വളവും എല്ലാം ഇട്ട് ചാണകമൊക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ അന്യരാജ്യത്തു നിന്ന് വന്നവരൊക്കെയാണ് ചാണകമൊക്കെ ചുവന്ന്, ഞങ്ങളെല്ലാവരും കൂടെ ചാണകമൊക്കെ ചുവന്നിട്ട് ഇതെല്ലാം റെഡിയാക്കി. എന്നിട്ട് ഈ ചെടി നടുന്നതൊരു ഉദ്ഘാടന കർമ്മമാക്കി നമ്മളിതുപോലെ മാറ്റി. അപ്പോൾ അന്നും ഈ മൊണാസ്ട്രിയിലുള്ളവരും എല്ലാം വന്ന് പാട്ട്, ഡാൻസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സംഭവം എല്ലാം ചെയ്ത് മരം നട്ട് ഉദ്ഘാടനം. അത് ഫോറസ്റ്റ് DFOയും ഉണ്ട്, ഈ ലാമായും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് 3 പേരും കൂടെ ചേർന്നിട്ട് ഈ ഒരു മരം നടുന്ന ഒരു ഉദ്ഘാടന കർമ്മം നടത്തി. അപ്പോൾ എല്ലാവർക്കും, അപ്പം നമ്മൾ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചോളം അവർ എന്ത് മരം നടുന്നു എന്ന് നോക്കും. അപ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൈനൊക്കെ തന്ന ഇവർ സഹകരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ചെടി വെട്ടി പശുവിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഇലകൾ വെട്ടി പശുവിന് കൊടുക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള മരങ്ങൾ 175 എണ്ണം വെച്ചു. അപ്പം നമുക്കറിയാം ആ മരം നടാൻ ഈ ആളുകൾ സഹകരിക്കും. പക്ഷേ 25 മരം അങ്ങനല്ല. അത് പൂച്ചെടികളും പഴങ്ങൾ പിടിക്കുന്നത് അങ്ങനെയുള്ള ഒരു 15 മരം, പിന്നെ ഒരു 10 മരം എന്ന് പറയുന്നത് ഒരാൾക്കും പ്രയോജനമില്ലാത്ത ഒരു 10 മരം വരും. അപ്പോൾ 100 മരത്തിനകത്ത് ഇങ്ങനെയാണ്. ആർക്കും പ്രയോജനമില്ലാത്ത മരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആല് പോലത്തെ മരം, അതിൻ്റെ പഴം ആയിരുന്നതിനകത്തില്ല, അതിന് തടിയില്ല, വിറകില്ല, ആകെ ഉള്ളത് തണൽ മാത്രമാണ്. അങ്ങനത്തെ മരം. അപ്പോൾ അതിൻ്റെ തടി വെട്ടിക്കൊണ്ട് പോകാൻ ആളുകൾ ശ്രമിക്കത്തില്ല, പഴത്തിന് വേണ്ടി വഴക്കിടത്തില്ല. ഇങ്ങനത്തെ കുറച്ച് മരങ്ങൾ ഉണ്ട്. ആ മരത്തിന് മാത്രമേ പ്രയോജനമുള്ളൂ, വേറെ ആർക്കും പ്രയോജനമില്ലാത്ത മരങ്ങളാണ്. ആകെ നമ്മൾക്ക് മനുഷ്യർക്ക് ഇരിക്കാനായിട്ടുള്ള തണൽ തരുന്നു എന്നുള്ളൊരു ഒറ്റ യുക്തിയേ ഉള്ളൂ. പക്ഷെ ബാക്കി ഒരു തരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു പ്രയോജനമില്ലാത്ത മരമാണ്. അപ്പോൾ ആളുകൾ തമ്മിൽ അടിക്കത്തില്ല ആ മരത്തിൻ്റെ മേലിൽ. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ 10 മരം 100 മരം വെച്ചിട്ടപ്പോൾ നമ്മൾ 350 മരം വയ്ക്കുമ്പോഴൊരു 10-50 മരം നമുക്ക് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത്, അപ്പോൾ ആളുകളുടെ ഇടയിൽ ഈ ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരറിയില്ല, പിഴുതൊന്നും കളയത്തില്ല. ബാക്കി എല്ലാ മരങ്ങളും ആളുകൾ വെട്ടിക്കൊണ്ട് പോയാലും ഉപയോഗിച്ചാലും ഈ 10-50 മരം എന്തായാലും അവിടെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു അതിൻ്റെ അകത്ത് ലോജിക്ക്. ശരിക്കും കാടെന്ന് പറയുന്നതിനകത്ത് ഒന്നിച്ച് ഇതെല്ലാം വളരുമ്പോഴും വലിയ മരങ്ങൾ ഇതിനകത്ത് മാറുന്ന മരങ്ങൾ കൊണ്ട് ഒരു പ്രദേശം നിറയും. അപ്പോൾ ഈ 350 മരം നമ്മൾ നടുമ്പോഴും അതിനകത്ത് ഈ ആർക്കും വേണ്ടാത്ത ഈ 50 മരമായിരിക്കും യഥാർത്ഥത്തിൽ വളർന്ന് വലുതാകാൻ പോകുന്നത്. ഇത് ഞാൻ അന്ന് മനസ്സിലാക്കി വെച്ചതാണ്. ഇനി 10 വർഷം, ഇപ്പോൾ 12 വർഷം കഴിഞ്ഞു, 12 വർഷമായി. ഇനിയിപ്പോൾ പോയി നോക്കാവുന്നതാണ് സത്യത്തിൽ അവിടെ വല്ല മരവും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാനതൊരു എക്സ്പെരിമെൻ്റ് പോലെയാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷെ അന്ന് ആ മരം അങ്ങനെ മുഴുവൻ എണ്ണവും വയ്ക്കുന്നത് മാത്രമല്ല, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെയിലില്ലേ, ആലിപ്പഴം വീഴും. അത് ഈ മഴക്കാലം അങ്ങോട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ളൊരവസ്ഥയിലാണ്. തണുപ്പും പോയിട്ട് ഒരു ഭയങ്കരമായിട്ട് അത് വലിയ കല്ല് പോലത്തെ ഹെയിൽ വീഴും. അപ്പോൾ ആ സമയമാകുമ്പോൾ വിൻ്റർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയവും മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്താണ് ഈ ഹെയിൽ വീഴുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മരം വേറെ വേലി കെട്ടിയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു മൃഗഭാഗത്ത് കയറിയാൽ ഇതിനെ തിന്നുകളയായിരിക്കാൻ വേണ്ടി നമ്മളൊരു കൂടും വയ്ക്കുന്നുണ്ട്. ഈ കൂടിൻ്റെ മുകളിലൊരു ചാക്ക്, ശരിക്കും പറഞ്ഞാൽ ചാക്ക് മുറിച്ചിട്ട് ഒരു ഇത് വെക്കണം ഈ വിൻ്റർ സമയത്ത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വീണ് ഒടിഞ്ഞു പോകും, ചെടികൾ വളർത്തില്ല. അപ്പോൾ അത്രയും പണിയെടുത്തിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ ചെയ്യുന്ന പോലെയല്ല, വളരെ പണിയെടുത്തിട്ടാണ് ആ മരങ്ങൾ അവിടെ വളർത്തിയത്. അത് 5 വർഷം
നമ്മളവിടെ ആ കണ്ടിന്യൂസ് ആയിട്ട് ഈ മരത്തിനെ നോക്കുക. എല്ലാ ദിവസവും നമ്മളവിടെ പോകും. മരങ്ങൾക്ക് വല്ല ഉണങ്ങിപ്പോയ മരം ഉണ്ടായിരുന്നു, അതിന് പകരം വേറെ മരം വെച്ച്. അപ്പോൾ ഈ നദി അടുത്തുള്ളത് കാരണം കൊണ്ട് വെള്ളം കോരി ഒഴിക്കാൻ പറ്റും. അത് 5 വർഷം കൊണ്ട് വളർന്ന് ഈ കൂടിന് പുറത്തിറങ്ങി വരുന്ന നിലവാരത്തിലായി. ഒറ്റയടിക്ക് ആട് തിന്നത്തില്ല എന്ന് പറ്റുന്ന ആടിൻ്റെ തല കടിക്കാനൊക്കാത്ത ഒരു ഉയരം. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. സൈഡൊക്കെ കടിച്ചാലും തല കടിക്കാത്ത ഉയരം. പക്ഷെ വേലിയുണ്ട്, വേലി വിട്ട് രഹസ്യമായിട്ടൊരു കാരണം വേലിക്കകത്തൂടെ ആട് കയറത്തില്ല. പക്ഷെ വേലി വലിച്ച് പൊക്കിയിട്ട് ആടിനെ കയറ്റി വിടും ആൾക്കാർ. അത് നമുക്ക് മറന്നു പോരുത്. നമ്മൾ വിചാരിക്കും ഈ വേലി ആട് കയറാത്ത വേലിയല്ലേ എന്ന്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ആളുകൾ ചവിട്ടി താത്ത് പിടിച്ചിട്ട് ആടിനെ കയറ്റി വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് അവതിനെ കടിക്കാൻ പറ്റാത്ത ഒരു ഉയരത്തിലാക്കുക എന്ന് പറയുന്നതായിരുന്നു നമ്മൾ പിന്നെ ചെയ്തിരുന്നത്. ഈ സമയം മുഴുവനും ഇതേ സമയത്ത് ഒരു 150 മരം നമ്മൾ കുറച്ചുകൂടെ ദൂരെ മലയുടെ ഒരു സൈഡിൽ നമ്മൾ വെച്ച്, അതൊരു നല്ല കയറ്റമുള്ള ഒരു സ്ഥലമായിരുന്നു. അത് ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ച് ആണ് അത് ചെയ്തത്. അപ്പോഴത്തേന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നമ്മളോടായിട്ട് ഭയങ്കര സഹകരിക്കുന്നവരായി മാറിക്കഴിഞ്ഞായിരുന്നു. അന്നത്തെ അവിടുത്തെ DFO ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു 2 വർഷം മുമ്പ് വന്ന് എന്നെ കാണുകയൊക്കെ ചെയ്തായിരുന്നു. അയാളുടെ മകൾ ഇവിടെ പഠിക്കാനൊക്കെ വരിക സമയത്ത് ആ കണക്ഷനൊന്നും അങ്ങനെ ഇന്നും നഷ്ടപ്പെട്ടു പോകാത്ത നിലവാരത്തിൽ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ് അവരുടെ അവിടെ പോയി സംസാരിക്കുക, പറയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇതിനകത്തെല്ലാം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, ഞാൻ ഈ സെക്കൻഡ് ഫീൽഡിലായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് മാത്രമേ ഒരു സമയത്ത് ഞാൻ മുൻകൈ എടുക്കത്തില്ല. അങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോഴത്തേനെ ഈ ശരിക്കും പറഞ്ഞാൽ 5 വിൻ്റർ കടന്നു എന്ന് ആക്കരുത്. 5 വിൻ്റർ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്രയും തണുപ്പ് വരുന്ന സ്ഥലങ്ങളാണ്. ഐസ് വീഴത്തില്ലെന്നേ ഉള്ളൂ, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ്. അത്ര തണുപ്പാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അവിടെ റൊസായി എന്ന് പറയുന്ന ഒരു വലിയ ചാക്ക് പോലത്തെ ശരിക്കും പറഞ്ഞാൽ മെത്ത തന്നെയാണ്, അതിൻ്റെ കട്ടി കുറഞ്ഞ മെത്തയാണ്. അത് വെച്ച് പുതച്ചിട്ടൊക്കെയാണ് ആൾക്കാർ പകൽ പോലും നടക്കുന്നത്. രാത്രിയിൽ കിടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പുസ്തകം വായിക്കാനൊന്നും നമുക്ക് പറ്റത്തേ ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് വായിക്കണമെന്ന് വിചാരിച്ച് ഈ കൈ തണുക്കാതെ ഇരിക്കണ്ടേ. അപ്പോൾ നമ്മൾ കട്ടിലിൻ്റെ കീഴിൽ ഹീറ്റർ വെച്ചിട്ടാണ് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഈ വിൻ്റർ കാലം ഒന്ന് കടന്നു കിട്ടണമെന്ന് ആലോചിച്ചു പോകും. പക്ഷേ വിൻ്റർ കാലത്ത് നമ്മൾ ഈ മരം കളഞ്ഞേച്ച് പോരാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇല്ലാതായി. അപ്പോൾ ആദ്യത്തെ 3 വർഷം നമുക്ക് വിൻ്റർ സമയത്ത് അവിടെ ഉണ്ടാകാതിരിക്കുക, അവിടെ നിന്ന് മാറുക എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാട്ടിൽ വരുന്ന ചെറിയ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് വരുന്ന വഴിക്ക് ആന്ധ്രയിൽ പോയി ജയശ്രീ ആയിട്ട് ജീവിക്കുക. അങ്ങനെ ആയിരുന്നു ആ സമയം മുഴുവൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു വർഷത്തിനകത്ത് ജയശ്രീ 2 തവണ അവിടെ വന്നു. ജയശ്രീ വരുന്ന സമയത്ത് ഞാൻ ജയശ്രീയുടെ ഒപ്പമായിരിക്കും. അത് നേരത്തെയുള്ള കരാറാണ്. പിന്നെ ഞാനും ജയശ്രീയും കൂടെയുള്ള ജീവിതത്തിനകത്തേക്കായിരുന്നു ഭക്തി വന്നത്. അതുകൊണ്ട് ജയശ്രീ വരുമ്പോൾ ജയശ്രീയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഈ മൊണാസ്ട്രിക്ക്, അവിടെയായിരുന്നു താമസിക്കുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് ഒരു 40 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ധർമ്മശാല എന്ന് പറയുന്ന ഈ ദലൈലാമയുടെ സ്ഥലം, മക്ലോഡ് ഗഞ്ച് എന്നാണ് പറയുന്നത്. ആ സ്ഥലത്തിൻ്റെ അത് അങ്ങ് ചൈനീസ് ബോർഡറിനടുത്തെത്തും, വളരെ അടുത്താണ്. അവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി ടിബറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോവുക, അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ജയശ്രീ വരുന്ന സമയത്തെല്ലാം അവിടെ പോകും. അതൊരു കാണാനും നല്ല ഭംഗിയുള്ള. അപ്പോൾ അവിടെ ഒരു മലയുണ്ട്, മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് ഈ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ അടുത്താണെന്ന് തോന്നുന്ന തരത്തിൽ കാണാൻ പറ്റും. അത്ര ക്ലാരിറ്റിയാണ്. ഈ പൊടിപടലമില്ലാത്ത നമ്മുടെ നാട്ടിലെ പോലെയല്ല, മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വായുവിന് ഭയങ്കര തെളിമയാണ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ആ ക്ലാരിറ്റി കിട്ടത്തേയില്ല. ഞാൻ ഈ പടം എടുക്കുക എന്ന് പറയുന്നത് അറിയുന്നതുകൊണ്ട് അത് ശരിക്കും വ്യത്യാസം നമ്മൾ അറിയും. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിൽ ചെന്ന് പടം എടുത്താൽ നേർത്ത ഒന്ന് ഹൈറ്റ് കൊണ്ട് വായുവിനെ കട്ടി കുറയുന്നുണ്ട്. അതൊന്ന് ഉള്ള പൊടികൾ പോലും ഈ മഞ്ഞ് വീഴുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇല്ലാതായി പോയിട്ട് വളരെ വ്യക്തതയാണ്, ഷാർപ്പായിട്ടുള്ള പിക്ചർ എടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ആ ഭാഗത്തൊക്കെ ഞാൻ നടന്ന് പടം എടുക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഈ ഫിൽമാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ചിലവുള്ള, തീരെ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന ആൾക്കാർ മാസം അയച്ച് ഈ എന്താണ് ട്രീ സ്പോൺസർ ചെയ്ത ഒരു പണം മാത്രമേ ഉള്ളൂ. പിന്നെ നാട്ടിലെനിക്ക് എൻ്റെ സ്ഥലം അന്ന് വിറ്റിട്ടില്ല, അത് കാരണം കൊണ്ട് ചെറിയൊരു വരുമാനം തെങ്ങയിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമുണ്ട്. അത് മാത്രമാണ് അല്പം ഒരു വരുമാനം, വ്യക്തിപരമായിട്ടുള്ള വരുമാനം അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് നിന്ന് വേണം ജീവിക്കാനായിട്ടുള്ള, അപ്പോൾ വളരെ മിതമായ ജീവിതമാണ്. പിന്നെ ഗ്രാമപ്രദേശമായത് കാരണം കൊണ്ട് കുടിലിനകത്ത് നമുക്ക് കഴിയാൻ പറ്റും. അതിനൊക്കെ വാടക എന്ന് പറയുന്നതൊക്കെ ഒരു 10, 300, 400 ഒക്കെ വാടക കൊടുത്താൽ മതി, അതിനകത്ത് നിൽക്കും. പിന്നെ ഈ ഭക്ഷണം പാചകം ചെയ്യാതെ നമ്മൾ കടയിൽ പോയി കഴിച്ചാൽ കഴിഞ്ഞു, ഭയങ്കര ചിലവാണ്. അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ, നമ്മൾ ഈ പോകുന്ന വീടുകളിലെല്ലാം ഞങ്ങൾ ചെന്ന് ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോഴത്തേനും അവർ അവിടെ ഉണ്ടാകുന്ന ചപ്പാത്തിയും കറിയും എല്ലാം തരുന്ന കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നേരം നമ്മൾ ഉണ്ടാക്കിയാൽ മതിയാവും. മിക്കവാറും രാത്രിയിലത്തെ ഭക്ഷണം മാത്രമേ നമുക്ക് ഉണ്ടാക്കേണ്ടി വരുള്ളൂ. നമ്മൾ ഈ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ഏത് രാഷ്ട്രീയക്കാരനും ഏത് സാമൂഹ്യ പ്രവർത്തകനും സ്വാഭാവികമായി ഭക്ഷണവും, കാരണം എല്ലാവരും ചായ തരും, കാപ്പി തരും. അപ്പോൾ നമ്മൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് അതൊക്കെ അങ്ങ് നടന്നു പോകുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ മൊണാസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവരുടെ ഈ ഇൻസെൻസ് വിൽക്കുന്നതിനും അത് മാർക്കറ്റ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ അവർ ഇതുപോലെ നമ്മൾ ഭക്ഷണം തരിക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു, അവിടെ ചെന്നാൽ ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ ആ ലെവലിലുള്ള ചിലവുകളില്ല, വളരെ ചെറിയ ചിലവ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ ഒരു 4 വർഷത്തെ ഇത് കഴിഞ്ഞ് 5-ാം വർഷമായപ്പോൾ നമുക്ക് ഈ ചെടികൾ വളർന്ന് വലുതായി. അപ്പോൾ അപ്പോൾ ഈ തണുപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, തണുപ്പ് എന്നെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ ആ തണുപ്പിനകത്തൊന്നും, അപ്പോൾ ഈ പ്രവൃത്തി ഇനിയും ഹിമാചലിൽ ചെയ്യേണ്ട, സൗത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്രയും തണുപ്പില്ലാത്ത എവിടെയെങ്കിലും വന്ന് താമസിച്ചുകൊണ്ട് അവിടെ കാണാം ചെയ്യാം എന്ന് ഇതേ സാങ്കേതിക ഈ സിസ്റ്റംസ് തന്നെ നമുക്ക് ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ള ഒരു തരത്തിൽ നമ്മൾ അറിവ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ എന്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി മറ്റു തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ എടുക്കാം എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് വരിക എന്ന് പറയുന്നൊരു തീം ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഈ പ്രവർത്തിക്കാനും പറ്റും, സംസാരിക്കാനൊക്കെ ആയിട്ടുള്ള എളുപ്പം ആയി മാറും. കേരളത്തിൽ വരുന്ന സങ്കല്പമില്ല, കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ നിൽക്കുന്ന ഒരു യുക്തിയാണുള്ളത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ബാംഗ്ലൂരായിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഈ മറ്റേടത്തൊന്നും നമ്മളെ യഥാർത്ഥത്തിൽ പിരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ ആളുകളെല്ലാം വിളിച്ചു, ഇതുപോലെ തന്നെ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ട് നമ്മളിതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, ഈ സ്ഥലം അവിടുത്തെ ജനങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ആ തീരുമാനിക്കുക എന്ന് പറയുന്നത് പഞ്ചായത്ത്, അപ്പോഴാണ് BDO എന്ന് പറഞ്ഞൊരു വിഭാഗം, BDO അവർ ഞങ്ങൾ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞ് പുതിയൊരു പദ്ധതി വന്നിട്ടുണ്ട്. പുതിയ പദ്ധതി നമ്മൾ പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങൾക്ക് കുറേ ഫണ്ട് വന്നിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നൊറേഗ എന്നങ്ങ് ഉണ്ടായിരുന്നു അന്ന് ആദ്യം ഇത് അറിയപ്പെട്ടു. അപ്പോൾ ആ ഒരു പദ്ധതി ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾക്ക് ആളുകളെ എംപ്ലോയ് ചെയ്യാൻ പറ്റും, ഇത് മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറയുന്നത്. അതിങ്ങനെ BDO ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് തന്നത്, ഇവർ നോക്കും. അയാൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഫണ്ടുണ്ട്, ഞങ്ങൾക്ക് കുറേ ആൾക്കാരെ തൊഴിലായിട്ട് ആണ്, അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാൻ ആഴ്ചയിലൊരിക്കലും അവരിവിടെ വന്ന് ആവശ്യമുള്ളതെല്ലാം നോക്കിക്കോളും. അപ്പം ഞങ്ങൾ ഒരാളെ ആദ്യം തൊട്ട് എംപ്ലോയ് ചെയ്തിരുന്ന ആൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. അയാളവിടെ ഒരു ജനറൽ, അപ്പോൾ അയാൾക്കൊരു മാസം ഒരു 500 രൂപ കൊടുത്താൽ അയാൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ 500 രൂപ എന്ന് പറയുന്നത് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് പിന്നത്തെ നമ്മുടെ ഒരു പണി. പക്ഷേ ഈ കാര്യം ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഇവർ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരൊരിക്കൽ ഇത്രയും ചെയ്ത് അവരും നോക്കിക്കോളാം എന്ന് ഏറ്റ്. അപ്പം പഞ്ചായത്ത്, BDO, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്
ഒരു NGO അവിടെ ഉണ്ട്. അവർ അധികം ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലാത്തൊരു കൂട്ടരാണ്. പക്ഷെ നമ്മളിതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര, അവർ പറഞ്ഞ് നിങ്ങൾക്ക് പകരം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ ഒരു NGOയും കിട്ടി, മൊണാസ്ട്രി എന്നുള്ള ആൾക്കാർ. അങ്ങനെ ഈ 4 വിഭാഗത്തിന്, പഞ്ചായത്ത്, BDO, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, NGO, മൊണാസ്ട്രി, ഈ 5 വിഭാഗമുള്ള ആളുകളെയും കൂടെ അന്ന് അവിടെ വിളിച്ചു കൂട്ടി നമ്മൾക്ക് ഇത് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര സെലിബ്രേഷനായിരുന്നു. എല്ലാവരും വന്ന് ഞങ്ങൾ ഭക്ഷണമെല്ലാം വെച്ച് മുഴുവൻ സ്കൂളിലുള്ള കുട്ടികളെ മുഴുവൻ വിളിച്ചു വരുത്തി. ഞാൻ അന്ന് എടുത്ത പടങ്ങളൊക്കെ ഉണ്ട്. ഈ സമയത്തിന് മുമ്പ് ഞാൻ ഈ പടം എടുക്കുക എന്ന് പറയുന്നത് ഡിജിറ്റലായി മാറിയിട്ടുണ്ട്. അത് ഇത് വേറൊരു കാര്യം പറഞ്ഞിട്ട് അത് പറയാനൊക്കത്തു. പക്ഷെ അത് കാരണം കൊണ്ട് ഇഷ്ടംപോലെ പടം എടുക്കുന്നുണ്ട് ഇപ്പോൾ. മുഴുവൻ ആ ഏരിയ ഒക്കെ ആ സമയത്തൊക്കെ ഉള്ളതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു 2 വർഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 വർഷം കഴിയുമ്പോഴാണ് ഞാൻ ഡിജിറ്റൽ ക്യാമറ വാങ്ങുന്നുണ്ട്. അതെൻ്റെ ഒരു കൂട്ടുകാരൻ, രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന്, അയാൾ ഇൻ്റർനെറ്റിനകത്ത് പടം ഇടാം, പടം വിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. ഞാനങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ വിൽക്കുന്നതിൻ്റെ യുക്തികളോ എനിക്കില്ല. അപ്പം രഞ്ജിത്ത് പറഞ്ഞ് എനിക്ക് കുറച്ച് പടം എടുത്ത് തരാൻ പറ്റുമോ, എനിക്ക് കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഞാനും രഞ്ജിത്തും തമ്മിൽ പലപ്പോഴും പോസ്റ്റർ ഉണ്ടാക്കുന്ന, ഇവിടെ സെക്സ് വർക്കേഴ്സിന് വേണ്ടിയൊക്കെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അയാളായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഞാനെടുത്ത പടങ്ങളല്ലാത്ത പടങ്ങൾ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു ആ പടങ്ങളൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ ഇയാൾ പറഞ്ഞ് കുറച്ച് പടം എടുത്ത് തരാം. അപ്പോൾ അയാളുടെ ഒരു ക്യാമറയുണ്ട്, നിക്കോൺ D60 എന്ന് പറയുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ആ ക്യാമറ വെച്ച് ഒരു പടം എടുത്ത് തരാം. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ്, അപ്പോൾ ഈ ഞാൻ വിട്ടുപോയ സമയത്ത് എൻ്റെ ഒറിജിനലായിരുന്ന ക്യാമറ ഇവിടെ, കാരണം ആ ക്യാമറ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഫിലിം മേടിക്കാനൊന്നും നോക്കത്തില്ല. എൻ്റെ തന്നെ കൂട്ടുകാരിയായിരുന്ന ഇന്ദിര ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇന്ദിരയ്ക്ക് ഞാനത് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അതൊരു വളരെ റിലിക്ക് വിലയുള്ള ഒരു അഷായി പെൻഡാക്സ് എന്ന് പറയുന്ന ഒരു ക്യാമറയായിരുന്നു അത്. അപ്പം ഞാനിത് കൊടുക്കുമ്പം ഇന്ദിരയ്ക്ക് അറിഞ്ഞുകൂടാ അതിനിങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഒരു റിലിക്ക് വിലയുള്ളതാണ്. അതിൻ്റെ നല്ല 2 ടാക്കുമാറ ലെൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ലെൻസൊക്കെയായിരുന്നു. ആ ലെൻസ് ഒക്കെ ആയിട്ട് ഞാൻ ഇന്ദിരയുടെ കയ്യിൽ, ഇന്ദിര ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് ഇന്ദിരയ്ക്ക് കൊടുക്കുക ചെയ്തു. പിന്നെ പിൽക്കാലത്ത് ഒരിക്കൽ ഇന്ദിര എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വളരെ വിലയുള്ളതും ഭയങ്കര പ്രഷ്യസായ ഒരു സാധനമാണോ തന്നതെന്നൊക്കെ വേറെ ആൾക്കാർ കണ്ടപ്പോഴാണ് അത് വിലയുള്ളതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് ഒക്കെ പറയുകയൊക്കെ ചെയ്തു അവർ. പക്ഷേ ഇന്ദിര മരിച്ചുപോയി. ഇപ്പോൾ ആ ലെൻസും ക്യാമറയൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഇന്ദിര. ഇന്ദിര വളരെ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തുമായിരുന്നു. അപ്പോൾ അവരുടെ കൊടുത്ത, അപ്പോൾ ഞാൻ ഈ രഞ്ജിത്ത് ഇങ്ങനെ ക്യാമറ തന്ന്, അപ്പോൾ ഒരു ദിവസം രാവിലെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഞാൻ അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴയുള്ള കാലമാണ്. പക്ഷെ രാവിലെ ചാറ്റ മഴയുണ്ട്. അപ്പോൾ ഞാനൊരു കുടയും പിടിച്ച് ക്യാമറ, അപ്പോൾ ചെറിയ ക്യാമറയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്യാമറയിൽ നമുക്ക് പടം കാണാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ കണ്ടിട്ടില്ല. മറ്റേ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന പടം എന്താണെന്ന് കാണാൻ പറ്റും. പക്ഷെ അപ്പോഴും എടുത്ത പടം കാണാൻ പറ്റത്തില്ലല്ലോ. ഇത് കാർഡിലാണ് പടം ഉണ്ടാകുക എന്ന് പറയുന്നതൊക്കെ ജീവിതത്തിലെ ഒരു എനിക്കൊന്നും അറിഞ്ഞുകൂടാത്ത ലോകമാണ്. അപ്പോൾ എൻ്റെ ഒരു ക്യാമറ കൈകാര്യം ചെയ്ത ഒരു അറിവും അനുസരിച്ചിട്ടല്ല ഡിജിറ്റൽ ക്യാമറ നിൽക്കുന്നത്. ഇഷ്ടംപോലെ പടം എടുക്കും. മറ്റേതാണെങ്കിൽ 36 പടം എടുക്കുന്ന യുക്തിയാണ്. അതിപ്പം നമ്മൾ ലൈറ്റ് നോക്കണം, എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്യേണ്ടതെന്ന് ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാനായിട്ട്. കാരണം പടം എടുത്തു പോയാൽ അത് പോയി, പിന്നെ അത് നല്ലതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്ര അറിവ് വേണം പടം എടുക്കണം. ഡിജിറ്റൽ ക്യാമറ നേരെ തിരിച്ച, നിങ്ങൾ 100 പടം എടുക്കുന്നതിനകത്ത് 4 പടം കൊള്ളാവുന്ന പടം എടുത്താൽ അത് ബാക്കി മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ ഡിജിറ്റൽ ക്യാമറയുടെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് ധാരാളിത്തം ഉള്ളതുപോലെ ഇഷ്ടംപോലെ പടം എടുക്കാം. അതിനകത്ത് ഏറ്റവും നല്ല പടം ഏത്? ഒരു പടം എടുക്കാൻ അറിഞ്ഞുകൂടാത്ത ആളിന് പോലും ഒരു 100 പടം എടുത്താൽ അതിനകത്തൊരു 2 പടം എന്തായാലും പ്രൊഫഷണലായിട്ട് ആൾക്കാർ എടുക്കുന്ന പോലെ ഒരു പടം കിട്ടും. അപ്പം അതുവരെ ഉണ്ടായിരുന്ന ഈ അനലോഗ്, ശരിക്കും പറഞ്ഞാൽ ഫിലിമിലെടുക്കുന്ന പടങ്ങൾ,
ആ പടങ്ങളെന്ന് പറയുന്നതിന് നമ്മൾക്ക് ആദ്യമേ ഒത്തിരി അറിവ് വേണം. അറിവില്ലാത്തവർക്ക് പടമെടുക്കാൻ സഹായിക്കുന്ന നിലവാരത്തിലാണ് ഡിജിറ്റൽ ക്യാമറ തന്നെ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഈ പടമെടുക്കുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു പടം ഒരാളെ അന്നും ഈ ഡിജിറ്റൽ ക്യാമറ കൈ കിട്ടിയിട്ട് ഒരാളുടെ ഒരു പടമേ എടുക്കത്തുള്ളൂ ഞാൻ. അത് വളരെ ശ്രദ്ധിച്ച് നോക്കിക്കണ്ട പടം എടുക്കുന്നത്. രണ്ടാമതൊരു പടം എടുക്കാൻ പറ്റുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ധാരാളം പടം എടുക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് ഇതിനകത്ത് കിടക്കുന്നതെന്നുള്ള കാര്യം എൻ്റെ തലയിൽ രജിസ്റ്റർ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ മുഴുവൻ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പടം എടുക്കുമ്പോൾ ഇങ്ങനെ 36 പടം എടുക്കുന്ന യുക്തിക്കകത്താണ് പടം എടുക്കുക. അപ്പോൾ ഇയാൾ ഈ ക്യാമറ തന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഡിജിറ്റൽ ക്യാമറയായിട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് ഞാൻ ഈ കാണുന്നതെല്ലാം എടുക്കും. ഞാൻ അങ്ങനെ എന്നെ സംബന്ധിച്ചോളം പുൽച്ചാടി തൊട്ട് ആന വരെയുള്ള എല്ലാ ജീവികളെയും, പൂ തൊട്ട് മരം വരെയുള്ള തരത്തിലും അതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യരും ജീവികൾ എന്നുള്ളതല്ലാതെ മനുഷ്യരുടെ പടം എടുക്കുക എന്ന് പറയുന്ന യുക്തി എനിക്കില്ലായിരുന്നു. എല്ലാം ഞാൻ എടുക്കും. അങ്ങനെയായിരുന്നു പടം എടുക്കുന്നത്. അപ്പം ഞാൻ അന്ന് അങ്ങനെ നടന്ന് 400 ചില്ലുവാനം പടം എടുത്തത്. അപ്പോൾ എനിക്കങ്ങ് കൈതരിക്കുകയാണ് ഈ ഇത്തിരി. കാരണം 36 പടത്തിനകത്ത് സൂക്ഷിച്ച് പടം എടുക്കണമെന്ന് വരുന്നിടത്ത് നിന്ന് കംപ്ലീറ്റ് മാറി പടം എടുക്കുക. പക്ഷെ അപ്പോഴും ഞാൻ എടുക്കുമ്പോൾ ഒരു പടം എടുക്കുന്നുള്ളൂ, ഓരോന്നിൻ്റെ 2 പടം എടുക്കുന്നില്ല. എനിക്കത് അങ്ങോട്ട് തലയിൽ അത് അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നേ ഇല്ലായിരുന്നു. അപ്പോൾ 400 പടമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഈ കാർഡ് നിറഞ്ഞ് കാരണം കൊണ്ട് പടം എടുക്കുന്നത് നിർത്തി ഇവിടെ കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. അയാൾ ഈ കാർഡ് അപ്പം തന്നെ ഏറ്റവും വലിയ ഞാൻ ആ പടം എടുത്ത ഉടനെ കാണാം. ആദ്യം ക്യാമറയിൽ കാണുന്നത് മാത്രമല്ല, ഇത് സ്ക്രീനിൽ വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അയാൾ പടം ഇങ്ങനെ കണ്ടിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, മൈത്രേൻ്റെ പടം എടുക്കാൻ അറിയാം, ഒരു കാര്യം ചെയ്യും, എനിക്ക് പടം എടുത്ത് തന്നാൽ മതി, ഈ ക്യാമറ കയ്യിൽ വെച്ചോ, പടം എടുത്തോ, എന്നിട്ട് ഈ കാർഡ് ഞാൻ എൻ്റെ 1-2 കാർഡ് കൂടെ തരാം, ആ കാർഡിനകത്ത് പടം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കണ്ണുണ്ട്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞ്, എന്തായാലും ഇങ്ങനെ നടക്കുകയല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു ക്യാമറ വാങ്ങണം. അപ്പോൾ അയാൾ ഞാൻ പണ്ട് ക്യാമറ ഉപയോഗിച്ചിരുന്ന ഈ അഷായ് പെൻറ്റാക്സ് കൈ കിട്ടുന്നതിന് മുമ്പ് ക്യാനൺ ഉണ്ടായിരുന്നു. ക്യാനൺ SLR എന്നാണ്, DSLR അല്ല, ഫിലിമിൻ്റെയാണ്. ആദ്യത്തെ SLR ക്യാമറകളിലൊരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതും എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എനിക്ക് കൊണ്ട് തന്നതായിരുന്നു. പക്ഷേ അന്നൊക്കെ ഈ ഫിലിം വെച്ചിട്ട് പടം എടുക്കേണ്ടി വരുന്ന കാരണം കൊണ്ട് വളരെ കുറച്ച് പടമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് മനസ്സ് തുറന്ന് പടം എടുക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അതാണ് ഡിജിറ്റൽ തന്ന ഫ്രീഡം. അപ്പം ഈ ഒരു നല്ല ക്യാമറയുണ്ട്, പുതിയതാണ്, അതിന് 65,000 രൂപ വില വരും. കാനൺ D80 എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ക്യാമറയെ പറ്റി വേറെ ഒന്നും അറിഞ്ഞൂടോ. പിന്നീടാണ് ഹാഫ് ഫ്രെയിം ഉണ്ട്, ഫുൾ ഫ്രെയിം ഉണ്ടെന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ വില കുറഞ്ഞതിലെ ഏറ്റവും നല്ല ക്യാമറ എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്തും 2 ലക്ഷം രൂപയുടെയും 3 ലക്ഷം രൂപയുടെയും ക്യാമറയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ റേഞ്ചിലായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല, അവനും ചിന്തിക്കുന്നില്ല. അതൊക്കെ അങ്ങനത്തെ ക്യാമറ ആവശ്യമാണെന്ന് പോലും തോന്നുന്നില്ല. പിന്നീടാണ് മനസ്സിലാകുന്ന പല ഇനം ലെൻസുണ്ട്. അപ്പോൾ ആകെ ഞാൻ 2 ലെൻസ് മാത്രമേ അതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റേ ക്യാമറയിലൊരു ലെൻസ് ഉണ്ട്, അതായിരുന്നു നമുക്ക് ആകെ അറിയാവുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെൻസ് ഇങ്ങനെ മാറ്റി പുതിയ ലെൻസ് വയ്ക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മൾ കാണുന്ന തരത്തിൽ വരിക. അപ്പോൾ 2 ലെൻസ് ഉണ്ടാകുക. അപ്പോഴാണ് ഞാൻ എടുക്കുന്ന പടങ്ങൾ കണ്ടിട്ട് ആരാണ്ട് പറഞ്ഞ്, മാക്രോ ലെൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലതാകും, നിങ്ങൾ അങ്ങനത്തെ പടങ്ങൾ ഒത്തിരി എടുക്കുന്നുണ്ട്, മാക്രോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് ഇതിനേക്കാളും നന്നായിട്ട് അപ്പോൾ ചെറിയ ജീവികളുടെയും ചെറിയ പൂക്കളുടെയൊക്കെ ഡീറ്റെയിൽസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്രോ ലെൻസ് വേണമെന്ന്. അപ്പോൾ ഞാൻ ആ ലെൻസിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച്, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു 2 നീസസ് അവിടെ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ അവർക്കൊരു കത്തെഴുതി, ഇങ്ങനെ ഒരു 65,000 രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു ക്യാമറ മേടിക്കാം, അപ്പം നിങ്ങൾ സഹോദരന്മാരും അവർക്ക് 2 പേർക്കും ഓരോ സഹോദരന്മാരുണ്ട്, അവരോടും കൂടെ പറഞ്ഞ് നിങ്ങൾ ഈ 65,000 രൂപ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പെൺകുട്ടികളെ എനിക്ക് എഴുതി, അവന്മാരൊന്നും വേണ്ട, ഞങ്ങൾ 2 രൂപ മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പം 50,000-ന് മുകളിലായിട്ടായപ്പം ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ യൂണിയൻ എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ കൊല്ലത്ത്
അന്ന് ഞാൻ കൊല്ലത്തായി ഇരിക്കുമ്പോഴാണ് ഇവർ പണം അയച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വെസ്റ്റേൺ യൂണിയൻ്റെ ഇതുണ്ട്. അപ്പോൾ അവിടെ പോയി ഒരു അക്കൗണ്ട് തുടങ്ങിയാലേ നമുക്ക് ആ പണം എടുക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങി ഈ പണം എടുത്ത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് നമുക്കിത് ഗ്രേ മാർക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് ഈ ബില്ലിടാതെ തരുന്നതാണ് ഗ്രേ മാർക്കറ്റ്. അത് പറഞ്ഞ് ഞാൻ വിളിച്ച് കൊച്ചിയിലൊരു എത്തുന്നുണ്ട്, അവനോട് ഞാൻ വിളിച്ച് പറയാൻ അവിടെ ചെന്നാൽ വില കുറച്ച് കിട്ടും, 65,000 കൊടുക്കേണ്ടി വരത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു അപ്പം അത് ഇങ്ങനെ ഈ കള്ളക്കിടത്ത് പോലെയാണത് ചെയ്യുന്നതെന്ന് അപ്പം ചിന്തിക്കുന്നേ ഇല്ല. നമ്മളത് വില കുറച്ച് ക്യാമറ കിട്ടുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അത് ബില്ലിടാതെ കിട്ടുന്നത് കൊണ്ടാണെന്നുള്ളത് പിന്നീടാണ് ഞാനത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം എനിക്കത് സ്ട്രൈക്ക് ചെയ്തേ ഇല്ല. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 45,000 രൂപയാവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മാക്രോ ലെൻസ് 22,000 രൂപ. അപ്പോൾ ഒരു 2,000 രൂപയും കൂടെ എക്സ്ട്രാ ഇടാമെങ്കിൽ ഒരു മാക്രോ ലെൻസും കൂടെ മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാമറയുടെ ഒപ്പം കിട്ടുന്നൊരു ലെൻസുണ്ട്. ആ ലെൻസും അതൊരു 18 mm തൊട്ട് 135 mm വരെയുള്ള ഒരു സൂമുള്ള ലെൻസാണ്. പിന്നെ ഈ മാക്രോ ലെൻസ്, ഇത് രണ്ടും കൂടെ ചേർത്ത് ഈ ക്യാമറ അങ്ങ് മേടിച്ച്. ക്യാമറ മേടിച്ച് ഞാൻ ഈ കൊച്ചിയിലാണ് പടം എടുത്ത് തുടങ്ങുന്നത്. അത് ഷാജി വർഗീസ് എന്ന് പറയുന്ന ഒരാളുടെ മുറിയിലായിരുന്നു ഞാൻ, എൻ്റെ കൂട്ടുകാരനെ. ഏഷ്യാനെറ്റിനകത്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു. അയാളുടെ വീട്ടിലാണ് ഈ ക്യാമറയായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അയാൾ അപ്പോൾ അന്ന് അവിടെ അയാളുടെ കൂട്ടുകാരിയായിട്ടുള്ള ആശ ജോസഫ് ഉണ്ടായിരുന്നു. അവരുടെ പടം സുമി എന്ന് പറഞ്ഞ് ഗൾഫിലാണെന്ന് തോന്നുന്നവർ, അങ്ങനത്തെ ഒരു കൂട്ടുകാരി പെണ്ണ് അവരുടെ കൂട്ടുകാരിയാണ്. അപ്പോൾ അവരെയൊക്കെ പരിചയം, അവരുടെ പടങ്ങളൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് കൊച്ചിയുടെ ഒരറ്റം തൊട്ട് ആ മറൈൻ ഡ്രൈവിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നടന്ന് പടം എടുത്തു. അന്ന് തൊട്ട് പടമെടുപ്പുകാരനായിട്ടങ്ങ് മാറി. അങ്ങനെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഈ മരം നടുന്നതിൻ്റെ നടുവിൽ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാറുന്നുണ്ടായിരുന്നു. ഈ ക്യാമറ 2008 മേടിക്കുന്നത്. അപ്പോൾ ഭക്തി പറഞ്ഞ് ഇൻ്റർനെറ്റിനകത്ത് ചില സ്ഥലങ്ങളുണ്ട്, അത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു ഓർക്കുട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ കേരളത്തിൽ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ആളുകളെല്ലാം മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്ന സ്ഥലമാണെന്നും ഭയങ്കര ചർച്ചയാണെന്നും ചുമ്മാതെ വെറുതെ മിണ്ടുന്ന സ്ഥലമാണെന്നൊക്കെ അങ്ങനെ പറയുന്ന കാരണം കൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് കയറാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ ഫേസ്ബുക്ക്, എനിക്ക് തോന്നുന്നത് അത് 2005 അവർ അത് ആരംഭിച്ചത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് 2008 ഒക്ടോബറിലാണ് ഞാൻ അതിനകത്ത് ചേരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു അവിടെ പടം ഇടാൻ പറ്റും. പടം ഇടുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞാൽ അവിടെ പിന്നെ ഇടുന്ന പടം ഇടാം. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോകുന്ന അങ്ങനെയാണ്, പടം ഇടാനാണ് പോകുന്നത്, അല്ലാതെ ആരുമായിട്ട് കൂട്ടുകൂടി കാര്യം പറയാനൊന്നുമല്ല. പടം ഇടുന്ന സമയത്ത് പടം എടുക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണാം ഫോട്ടോഗ്രാഫേഴ്സ് ഗ്രൂപ്പുകളൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ ആ ഫോട്ടോഗ്രാഫേഴ്സ് ഈ ഗ്രൂപ്പിലെല്ലാം ചേർന്നു. എന്നിട്ട് അതിനകത്തുള്ള ആൾക്കാരുടെ ഒക്കെ മെസ്സേജ് എഴുതും, നിങ്ങളെൻ്റെ ഫ്രണ്ടാകുമോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഈ ലോകം മുഴുവനുള്ള എനിക്കൊരു പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഫേസ്ബുക്കിൽ ചെയ്തത്. ആദ്യം ഒരു 10,000-2,000 പേരെ ഞാൻ ചേർത്തവർ മുഴുവൻ അന്യരാജ്യത്തുള്ള ഫോട്ടോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള എനിക്ക് പരിചയമേ ഇല്ലാത്ത ആളുകളെയാണ്. ഫേസ്ബുക്കിൻ്റെ തീം തന്നെ കൂട്ടുകാരെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എടുക്കുന്ന പടങ്ങൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ആളുകൾ പറയുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് സെക്ഷനിലൊക്കെ പോയിട്ട് ഞാൻ പടം അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് റേറ്റിംഗ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഞാൻ ഈ തായ്ലൻഡൊക്കെ വളരെ ദരിദ്രം പിടിച്ച രാജ്യമായിട്ടല്ലേ നമ്മളറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ സെക്സ് വർക്കിൻ്റെ പർദീസ എന്ന് മാത്രമല്ലേ അറിയപ്പെട്ടിരുന്നത്. ഞാൻ ഒരിക്കലും നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, സത്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവർ വളരെ കോസിയായിട്ട് വളരെ ഈ റോഡിൽ സ്ട്രീറ്റിൽ നിൽക്കുന്ന മനുഷ്യരെയല്ല. നമ്മളിവിടുത്തെ സെക്സ് വർക്കേഴ്സിനെ മുഴുവൻ ഓർഗനൈസ് ചെയ്തിരുന്ന സമയത്ത് അവർ
തായ്ലൻഡിൽ പോവുകയും ട്രെയിനിങ് നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ എന്താണ് ഈ HIV പറ്റി പഠിക്കുന്നതിനും ക്യാമറ ശരിക്കും പറഞ്ഞാൽ നളിനി ജമീലയൊക്കെ അവിടെ നമ്മുടെ തായ്ലൻഡിൽ വിട്ടിട്ടുണ്ട് ക്യാമറ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നതിനൊക്കെ. അപ്പോൾ അന്നൊക്കെ അവർ പോയിരുന്നു, ഞാനന്ന് പോയിട്ടില്ല. അപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരും. നമ്മുടെ നാട്ടിനകത്ത് ചാലക്കമ്പോളോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ തൃശ്ശൂരെ കമ്പോളമൊക്കെ നമ്മൾ ചെന്നാലിങ്ങനെ ചന്ത വൃത്തികേടായ സ്ഥലമാണെന്നുള്ളതല്ല, നേരെ തിരിച്ചാണ് ഈ തായ്ലൻഡിലല്ല.